ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സദ്യക്ക് ഉണ്ടാക്കുന്ന കടുമാങ്ങ അച്ചാറില്ലേ, ആ കടുമാങ്ങ അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാൻ പറ്റുന്ന അച്ചാർ പൊടിയോ ഒന്നും ചേർക്കാതെ നമ്മുടെ മുളക് പൊടിയിൽ മാത്രം ചേർത്താൽ മതി. നല്ല രുചിയുള്ള അച്ചാർ തയ്യാറാക്കാം. ഈ അച്ചാർ തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് ഈ പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എരിവിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പിരിയ മുളക് പൊടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. നമ്മൾ മാങ്ങ എത്ര എടുക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. മാങ്ങ കഴുകി ഇന്നലെ തന്നെ രാത്രി തന്നെ മുറിച്ച് ഉപ്പെല്ലാം ഇട്ട് വെച്ചതാണ്. ചെറുതായി മുറിച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങ കഷ്ണങ്ങൾ മുറിച്ച് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് മാങ്ങ കഷ്ണങ്ങളിലെല്ലാം ഉപ്പ് പിടിക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ട അച്ചാറായതുകൊണ്ടാണ് നേരത്തെ മുറിച്ച് ഉപ്പിലിട്ട് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കഷ്ണങ്ങളിൽ നല്ലോണം ഉപ്പ് പിടിക്കും. പൊടികളെല്ലാം നല്ലപോലെ വെള്ളത്തിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് പൊടികളെ പച്ചമണം മാറി ഒന്ന് കുറുകി വരുന്നവരെ തിളപ്പിച്ചെടുക്കണം. ഇതിൽ അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് ഉപ്പിട്ട് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കടുകാണ്. കടുമാങ്ങ കറി ആയതുകൊണ്ട് തന്നെ കടുക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. കടുക് മിക്സി ജാറിൽ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കിയിട്ട് കടുക് അരച്ചെടുക്കണം. പൊടിച്ചിട്ട് എടുത്താൽ പോരാ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത കടുകും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കടുക് ഒഴിച്ചു കൊടുത്താലേ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ അച്ചാറിൻ്റെ രഹസ്യം. കടുക് അരച്ചതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് വാങ്ങി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. കടുക്, കറിവേപ്പില, വറ്റൽമുളക് താളിച്ച് ഒഴിച്ചു കൊടുക്കാൻ. ഇത് വെളിച്ചെണ്ണയിലാണ് താളിച്ചൊഴിക്കുന്നത്. കുറേ നാൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണെങ്കിൽ വെള്ളെണ്ണയിൽ താളിച്ചൊഴിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ തന്നെ കഴിക്കാനുള്ളത് കൊണ്ട് വെളിച്ചെണ്ണയിലാണ് താളിച്ചൊഴിക്കുന്നത്. ഇനി ഇത് മൂത്ത് വന്നിട്ട് കറിയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയുള്ള കടുമാങ്ങ അച്ചാർ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.